എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചാളെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ 25-ാം തീയതിയാണ് അത് റിലീസ് ചെയ്തത്. 25-26 കൈൻഡ് ഓഫ് ബിൻ 1 വീക്ക്. സോ എനിക്കുണ്ടായിട്ടുള്ള വെയിറ്റ് ഗെയിൻ അതൊക്കെ കുറച്ചിട്ട് ഫിറ്റ്നസ് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. സോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് തിരക്കുകളും, ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ളതും ക്ലയൻസിൻ്റെ ഒക്കെ തിരക്കുകൾ കാരണം നമുക്ക് ഇന്നാണ് ആദ്യത്തെ വീഡിയോ പിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ നടക്കാൻ പോയ സമയത്ത് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. പക്ഷെ ഇന്നാണ് നമ്മൾ ആ വീഡിയോ, ആ ഫോട്ടോസൊക്കെയും ഒരാഴ്ചത്തെ കൂട്ടിച്ചേർത്ത് ഒരു വ്ളോഗ് എന്ന രീതിയിൽ ആദ്യത്തെ എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കുന്നത്. സോ ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചയിലുണ്ടായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളോട് അറിയിക്കാം. സോ നമുക്ക് അധികം വൈകിപ്പിക്കാതെ നേരിട്ട് തന്നെ വീഡിയോയിലോട്ട് പോകാം. സോ കഴിഞ്ഞ വീഡിയോ നമ്പർ 00 വ്ളോഗിലെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് ക്രിസ്മസ് ഈവ്, അതായത് 24-ാം തീയതി രാത്രി കരോളൊക്കെ വരുന്ന സമയത്തായിരുന്നു. ഇത് മാറ്റം വേണം, എൻ്റെ വെയിറ്റിൽ മാറ്റം വേണം, അതിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ആ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് റിലീസ് ചെയ്യുന്നത് 1-2 ദിവസത്തിന് ഉള്ളിലാണ് റിലീസ് ചെയ്യുന്നത്. സോ അന്ന് ആ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരിട്ട് പോകുന്നത് ക്രിസ്മസ് കാര്യങ്ങളും ഒക്കെ പള്ളിയിൽ സമാപ്തിയാവുന്ന രീതിയുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. സോ അത് വളരെ രസകരമായിട്ടുള്ള രീതിയിലായിരുന്നു. പണ്ട് കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ശബ്ദത്തോടും വളരെ രസകരമായിട്ടുള്ള ലൈറ്റിങ്ങോടൊക്കെ കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള തേരുകളും മറ്റു കാര്യങ്ങളൊക്കെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സോ അത് കാണാനും അതിൽ കേൾക്കാനും ഒക്കെ വളരെ രസകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. സോ അമ്മാടത്താണ് എൻ്റെ വീടെന്ന് പറയുന്നത്. അവിടെ ഞാൻ പോയപ്പോൾ ഏകദേശം 2 വലിയ വണ്ടികൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കാണുന്ന തരത്തിലുള്ള വലിയ ഒരു മ്യൂസിക് സൗണ്ട് സിസ്റ്റവും ലൈറ്റ് സിസ്റ്റവും ഒക്കെ ആയിട്ടായിരുന്നു കുട്ടികൾ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ എത്തിയപ്പോൾ ഏകദേശം ഒരെണ്ണം അവസാനിച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും വലിയ വണ്ടിയുടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയ വണ്ടിയുടെ ഡാൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണത്. സോ അതൊക്കെ ആഘോഷമാക്കിയതിന് ശേഷം, അത് കണ്ടതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയുണ്ടായി. അങ്ങനെ തിരിച്ചു വന്നിട്ട് അടുത്ത ദിവസം, ക്രിസ്മസിൻ്റെ ദിവസം രാവിലെ തന്നെ എണീറ്റ് നടക്കാൻ ഞാൻ പോവുകയാണ്. സോ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ വെയിറ്റ് കാണാൻ സാധിക്കുന്നത് 87.45 കിലോഗ്രാമാണ്. അതെ, വെയിറ്റ് ചെറുതായിട്ട് കുറഞ്ഞ പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതിനുശേഷം 1-2 ഫോട്ടോയൊക്കെ എടുത്ത് പതുക്കെ പൂത്രക്കൽ ഭാഗത്തോട്ട്, അതായത് അമ്മാടം ടു ചേർപ്പ് റോഡിലോട്ട് നടന്നു തുടങ്ങി. നല്ലൊരു പാടൊക്കെയാണ് പോകുന്ന വഴിയിൽ. സോ അത് കാണാനും നല്ല രസമാണ്. സോ ആ കാഴ്ചകളൊക്കെ കണ്ട് ആ സുപ്രഭാതത്തിൻ്റെ വരവിനെയൊക്കെ വരവേറ്റ് ആ ഒരു പാലയിൽ കയറി ഞാൻ നമ്മുടെ പൂത്രക്കൽ പള്ളിയുടെ മുമ്പിലെത്തി. അവിടെ അണിയിച്ചൊരുക്കിയിട്ടുള്ള ക്രിസ്മസ് പുൽക്കൂടുകളും അതുപോലെ തന്നെ അവിടുത്തെ പള്ളിയിലുള്ള മറ്റ് അലങ്കാരങ്ങളൊക്കെ ഒന്ന് കയറി നോക്കി. അതിനുശേഷം വീണ്ടും എൻ്റെ യാത്ര ഞാൻ തുടർന്നു. ഈ യാത്ര തുടരുന്ന സമയത്ത് ഈ വഴിയിൽ, ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ഞാൻ പൂർണ്ണമായും കുറേ നാളുകൾക്ക് ശേഷമാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അപരിചിതനായ എന്നെയൊക്കെ ഒന്ന് തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു ആ റോട്ടിലൂടെ പോകുന്ന പല പട്ടികളും. സോ അങ്ങനെ പട്ടികളുടെയൊക്കെ കാഴ്ചയിൽ ചെറുതായിട്ടൊന്ന് പരിഭ്രമിച്ച്, കട കിട്ടുമെന്നൊക്കെ പേടിച്ച് ഞാനങ്ങ് നടന്നു. അങ്ങനെ നടന്ന് റോട്ടിലുള്ള പുൽക്കൂടുകളും മറ്റൊക്കെ കണ്ടിട്ടാണ് നടക്കുന്നത്. അങ്ങനെ കുറച്ചങ്ങ് മുന്നിലോട്ട് എത്തിയപ്പോൾ അവിടെ കിടക്കുന്നു ഒരു പട്ടി. സോ ഞാൻ മുമ്പ് കണ്ട പട്ടിയെ പോലെ തന്നെ ഈ പട്ടിയും വളരെ ശാന്തമായിട്ട് തന്നെ ആ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എന്നെ മുന്നോട്ട് നയിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഘടകവിരുദ്ധമായിട്ട് അവിടെ ആ പട്ടിയുടെ ഓപ്പോസിറ്റ് കുറേ ആൾക്കാർ ചായ കുടിക്കാനും ഇറച്ചി മേടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ പട്ടി എന്നെ കണ്ടതോടുകൂടി പരിഭ്രാന്തിയോടുകൂടി കുരയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ പുതിയ ആളാണ്. എനിക്ക് പണ്ട് പട്ടികളുടെ അടുത്ത് ഉണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസുകളൊക്കെ ഓർമ്മയിൽ വന്നു. വീണ്ടും കടി കിട്ടാൻ പോവുകയാണോ എന്നൊക്കെ ചിന്തിച്ച് പതുക്കെ ഞാൻ ധൈര്യപൂർവ്വം പട്ടി അധികം മൈൻഡ് ചെയ്യാത്ത രീതിയിൽ, പട്ടി അധികം ശ്രദ്ധിക്കാത്ത രീതിയിൽ അങ്ങ് മുന്നോട്ട് നടന്നേ.
കാരണം പട്ടിയുടെ കണ്ണിലോട്ട് നോക്കി നിങ്ങൾ ആ ആവുകയാണെങ്കിൽ അത് ത്രെറ്റഡ് ആവും, അത് ഭയപ്പെട്ടു പോകും. അങ്ങനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ കുരയ്ക്കല് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളത് മൈൻഡ് ചെയ്യണില്ല. ഡസൻ മാറ്റർ ടു അസ് എന്ന് പറയുന്ന ചിന്താഗതി നടക്കുകയാണെങ്കിൽ നമുക്ക് അധികം കടി കിട്ടാതെ രക്ഷപ്പെടാമെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. സോ ആ അണ്ടർസ്റ്റാൻഡിങ് നടന്നു. എന്നിട്ട് കുറച്ചങ്ങ് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പട്ടിയുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരണ്ടേ. ഈ പട്ടിയുള്ള വഴിയോടെ തന്നെ തിരിച്ചും എനിക്ക് നടന്നിട്ട് പോകണ്ടേ. അപ്പം ഞാനൊരു കല്ലൊക്കെ കയ്യിൽ കരുതി. ഇപ്രാവശ്യം പട്ടിയുടെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞ് എറിഞ്ഞൊന്ന് ഓടിപ്പിക്കാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്രാവശ്യം തിരിച്ചു വരുന്ന സമയത്ത് പട്ടി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പട്ടി എനിക്ക് തോന്നുന്നു മാനസികപരമായിട്ട് എൻ്റെ അടുത്ത് കൂട്ടുകൂടാനായിട്ട് ആ സമയമായപ്പോഴേക്കും തയ്യാറായെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ച് നടന്ന് ഞാൻ പൂത്രയ്ക്കൽ പള്ളിയുടെ മുമ്പിൽ വീണ്ടും എത്തി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു മഠമുണ്ട്. ആ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന മഠത്തിൻ്റെ സ്കൂളിലാണ് ഞാൻ എൻ്റെ LP എഡ്യൂക്കേഷൻ, അതായത് ലോവർ പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ പൂർത്തിയാക്കിയത്. എനിക്ക് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഒക്കെയും നൽകിയിട്ടുള്ളൊരു സ്കൂളാണ്. കുറേ നാളായിരിക്കുന്നു. പക്ഷെ എന്നാലും ചില ഓർമ്മകളൊക്കെ മനസ്സിൽ വന്നും മറഞ്ഞും പോയി. ഇതുപോലത്തെ ഒരു ക്രിസ്മസിന് സമയത്ത് അവിടെ ഞാൻ കരോളിന് ക്രിസ്മസ് ഹാപ്പിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വളരെ സന്തോഷവും പ്രൗഡും നൽകുന്നൊരു ഫീലിങ്സ് ആയിരുന്നു. LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. അവിടുത്തെ ഏറ്റവും ഹയർ സ്റ്റാൻഡേർഡാണ് 4ാം ക്ലാസ്. അപ്പോൾ ആ സമയത്ത് ക്രിസ്മസ് ഹാപ്പിയായിട്ട് എന്നെയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെ ഞാൻ എല്ലാവർക്കും കേക്ക് കൊടുത്ത് എൻ്റെ ഓർമ്മയിൽ വന്നു. അതിനുശേഷം മുന്നോട്ട് നടന്ന് നീങ്ങിയപ്പോൾ വലതുവശത്തായിട്ട് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ റെക്കോർഡ് ഫലകവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു. സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. വളരെ ഭംഗിയോട് കൂടിയിട്ടുള്ള ആ പാഠം വീണ്ടും വീക്ഷിക്കാൻ സാധിച്ചു. അതിനുശേഷം നടന്ന് പല കാഴ്ചകളും പല രസകരമായിട്ടുള്ള മതിലുകളും ഒക്കെയും കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലെത്തി. സോ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് വയ്ക്കുന്ന അതേ പുൽക്കൂട് എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ ചെറുപ്പത്തിൽ ഓർത്ത് നോക്കുമ്പോൾ പുൽക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഞാൻ പല സ്ഥലങ്ങളിലും നോക്കുമ്പോൾ അവിടെയൊക്കെ മലകളും അതുപോലെ തന്നെ കിണറുകളും അവിടെയൊക്കെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള കരവിലതോട് കൂടിയിട്ടുള്ള പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും എൻ്റെ അപ്പച്ചൻ ഇത്തിരി പെർഫെക്ഷനിസം, കാര്യങ്ങൾ സ്വയം ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെയുള്ള കാരണം പുള്ളിക്കാരൻ തന്നെ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നൊരു പതിവായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവസരങ്ങൾ ആ സമയത്ത് കിട്ടുമായിരുന്നില്ല. പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്ഷൻ രീതിയിൽ അദ്ദേഹത്തിന് ഉതകും വിധം ചെയ്യുന്ന രീതിയായിരുന്നു. അങ്ങനെ അവസരങ്ങൾ നിഷേധിക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്ക്. അന്ന് വളരെ ആഗ്രഹിച്ചിട്ടുള്ളതാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കാണണം, അതിൻ്റെ അപ്രീഷിയേഷൻ കിട്ടണമെന്നൊക്കെ. പക്ഷെ ഇനി അങ്ങനത്തെ ഒരു അവസരം എനിക്ക് അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ ദാറ്റ്സ് ഓക്കെ. സോ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ ആ പുൽക്കൂട് കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ പല ഓർമ്മകളും വന്നു. പണ്ട് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്ത പക്ഷേ അപ്പച്ചൻ ഉണ്ടാക്കിയിട്ടുള്ള അതേ പുൽക്കൂട് തന്നെ ഇപ്രാവശ്യം ഞാൻ നാട്ടിലില്ലാത്ത കാരണം എൻ്റെ പേപ്പറും ഒക്കെയാണ് അത് ഉണ്ടാക്കിയത്. സോ അത് ഉണ്ടാക്കിയിട്ട് വീട്ടിന് മുമ്പിലിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നു. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യത്തെ ക്രിസ്മസിന് തീർച്ചയായിട്ടും പുൽക്കൂട് ഇത്രയും ഗംഭീരമായിട്ട് ഉണ്ടാക്കണം. ഇപ്രാവശ്യം നോർത്ത് ഇന്ത്യൻ ട്രിപ്പും PhDയുടെ വർക്ക് പോയ കാരണം എനിക്ക് ഇവിടെ ഉണ്ടാവാൻ സാധിച്ചില്ല. ക്രിസ്മസിന് ഒരു ദിവസം തൊട്ട് മുമ്പാണ് ഞാനിവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തിരിച്ചെത്തിയത്. സോ അതിനുശേഷം 25-ാം തീയതി ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു ചെറിയ രീതിയിൽ. അതിനുശേഷം രാത്രിയായപ്പോൾ ഞങ്ങൾ പുൽക്കൂടുകളൊക്കെ കാണാനായിട്ട് പതുക്കിറങ്ങി. അങ്ങനെ പുൽക്കൂടുകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി. വ്യത്യസ്തങ്ങളായിട്ടുള്ള പള്ളികളിൽ ഒല്ലൂരുള്ള പള്ളി, അതുപോലെ തന്നെ തൃശ്ശൂർ പുത്തൻ പള്ളി, വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ വലിയൊരു പുൽക്കൂട് ഗ്രാമങ്ങൾ തന്നെ പല സ്ഥലങ്ങളിലും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സോ അവിടെയൊക്കെ ശാന്തമായി നടന്ന് ഓരോ പുൽക്കൂടിലെ നിർമ്മിതികളും ലൈറ്റിംഗ് അറേഞ്ച്മെന്റുകളൊക്കെ കണ്ടങ്ങ് ആസ്വദിച്ചു. അതിനുശേഷം അതിനേക്കാൾ മുമ്പ് ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടാണ് പറയുന്നത്. അതിനാണ് മുമ്പ് ഞങ്ങൾ അവിടെ അടുത്ത് തൃശ്ശൂരിൽ ഞങ്ങളുടെ അടുത്ത് വലിയൊരു മാള് ഓപ്പൺ ആയിട്ടുണ്ട്, ഹൈലൈറ്റ് മാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ടാണ് വീണ്ടും പുൽക്കൂട് കാണാനായിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് റെസ്യൂം ചെയ്ത്. അതിനുശേഷം അവിടുത്തെ തൃശ്ശൂരത്തെ വേറൊരു പ്രമുഖ ചർച്ചിൽ പോയിട്ട് അവിടുത്തെ പുൽക്കൂടുകളും കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. സോ അതിനുശേഷം വീട്ടിലെത്തി 26-ാം തീയതി രാവിലെ എനിക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒരു കോൾഡിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം 25-ാം തീയതി രാത്രി പുൽക്കൂടൊക്കെ കാണാൻ പോയിട്ടുള്ള യാത്രയിൽ വളരെ തണവ് കാറ്റൊക്കെ അടിച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കോൾഡ് അങ്ങ് പിടിച്ചു. ആ കോൾഡൊക്കെ പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ട് നീരുവീഴ്ചയും തുമ്മലും ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അന്ന് ആ സമയത്ത് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തു.
എൻ്റെ IIT-യിലായിട്ട് ജോലിക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ എണീറ്റിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 88.65. വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന എൻ്റെ വെയിറ്റ് പതിയെ കൂടിയതാണ് ഞാൻ കണ്ടത്. അതെ, വെയിറ്റ് അങ്ങ് കൂടിയേക്കാം. അതിനുശേഷം പതിയെ ഞാൻ IIT-യിൽ പോയിട്ട് ആദ്യ ദിവസം 26 ജോലി ചെയ്തു. അന്ന് എനിക്ക് കോൾഡായ കാരണം ഡോക്ടർ മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. വൈകി തിരിച്ച് വീട്ടിലെത്തി. അന്നത്തെ ദിവസം എനിക്ക് പുറമേ നടക്കാനൊന്നും സാധിച്ചില്ല. കാരണം കോൾഡൊക്കെ ആയ കാരണം റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച സമയത്തോളം ഇപ്പോൾ അധികം നടക്കാനൊന്നും സാധിച്ചിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു നടക്കണം, എക്സസൈസ് ചെയ്യണം, വെയിറ്റ് കുറയ്ക്കാനായിട്ട് എത്രയും നന്നായിട്ട് തന്നെ ശ്രമിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കോൾഡ് പിടിച്ചു. അത് ഒരു പ്രാവശ്യം കോൾഡ് പിടിച്ചതിന് ശേഷം വീണ്ടും ന്യൂ ഇയറിൻ്റെ ഈവ്, അതായത് 31 രാത്രി വീണ്ടും ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് തൃശ്ശൂർ ഒരു സൺബേൺ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂരൊക്കെ സംയോജിച്ച് നടത്തിയിരുന്ന സൺബേൺ എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. അപ്പം അന്ന് വലിയ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി നേരം വൈകിട്ടാണ് വീട്ടിലെത്തുന്നത്. അപ്പോഴും കാറ്റടിച്ചിട്ടാണ് ബൈക്കിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയായപ്പോൾ കോൾഡ് എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞത് കുറച്ചും കൂടി വീണ്ടും വന്നൊരവസ്ഥയായി. കോൾഡ് അങ്ങ് വീണ്ടും വന്നു. സോ അതിനുശേഷം ആ കോളിലൊക്കെ ഉള്ള കാരണം എനിക്ക് ഈ ഒരാഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് അധികം നടക്കാനൊന്നും സാധിച്ചില്ല. പക്ഷെ പറ്റാവുന്ന രീതിയിൽ ഞാൻ ഓരോ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് നടക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ജോലി സമയത്തും മറ്റു കാര്യങ്ങളുടെയൊക്കെ സമയത്ത്. സോ അങ്ങനെയൊക്കെ ചെയ്തു. ന്യൂ ഇയർ ദിനത്തിൽ ന്യൂ ഇയർ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. സോ അതിനുശേഷം കഴിഞ്ഞ ദിനത്തിൽ ഒരു IIT-യിൽ പുതിയ PhD വരുന്ന ദിവസമായിരുന്നു, PhD-ക്കാർ. സോ PhD അഡ്മിഷൻ്റെ വിദ്യാർത്ഥികൾക്ക് ഒരു ഓറിയൻറ്റേഷനൊക്കെ നൽകി. അങ്ങനെ ആ ഒരാഴ്ച സമാപ്തിയായി. ഇന്ന് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഞായറാഴ്ച 4:30 സമയമായി ഇപ്പം ഏകദേശം. സോ ഏകദേശം ഒരാഴ്ച ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് എക്സസൈസുകളും കാര്യങ്ങളും അധികം ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഒരാഴ്ചയല്ല, ഒരു 10 ദിവസത്തിൻ്റെ മുകളിലായിട്ട് എനിക്ക് എക്സസൈസുകളും കാര്യങ്ങളൊന്നും അത്ര കലശലായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവല് എൻ്റെ Amazfit എന്ന് പറഞ്ഞ സ്മാർട്ട് ഫിറ്റ്നസ് വാച്ച് കൂടിയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് സ്ക്രീനിൽ കാണാം. ഇനി വരുന്ന ദിവസങ്ങളിൽ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ സാധിക്കുമോയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഡ്യൂട്ടികളും അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. എൻ്റെ വെയിറ്റ് മുതലായവയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഞാൻ പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്തിട്ട് വീഡിയോസ് ബ്ലോഗ് രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനിടയിൽ രസകരമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ചെറിയൊരു രീതിയിൽ ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. സോ അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സോ വ്യത്യസ്തമായിട്ടുള്ള സെലിബ്രേഷനുകളായിരുന്നു കഴിഞ്ഞൊരു 10 ദിവസത്തിനുള്ളിൽ. അതിനുള്ളിൽ മേജർ വില്ലനായി കളിച്ചത് കോൾഡായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സസൈസ് പോകാൻ സാധിക്കാത്ത കാരണം വെയിറ്റും എനിക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ന്യൂട്രീഷനും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ന്യൂട്രീഷനെ കാണുന്നതായിരിക്കും, ഈ വരുന്ന ആഴ്ചയിൽ ഇത് കാണുന്നതായിരിക്കും. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കുന്നതും ഓടുന്നതും കാര്യങ്ങളൊക്കെ നന്നായി ഊർജ്ജസ്വലമായിട്ട് റെസ്യൂം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.